സംരംഭ സാധ്യത എന്ന നിലയ്ക്ക് കന്നുകാലി വളർത്തൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ക്ഷീരവികസന വകുപ്പ്. സർക്കാർ ക്ഷീരമേഖലയ്ക്ക് നൽകുന്ന പദ്ധതികളെയും സേവനങ്ങളെയും പരിചയപ്പെടുത്തുകയാണ് ഇടുക്കി എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ക്ഷീരവകുപ്പിന്റെ ഈ സ്റ്റാൾ. ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ തൊഴിലിനോടൊപ്പം തന്നെ തൊഴിലാളികളുടെ മറ്റൊരു ഉപജീവന മാർഗമാണ് കന്നുകാലികൾ വളർത്തൽ. എന്നാൽ വന്യജീവി ആക്രമണത്തിൽ കന്നുകാലികൾ നഷ്ടപ്പെടുന്നത് മൂലം ക്ഷീരകർഷകർ കന്നുകാലി വളർത്തലിൽ നിന്ന് പിന്നോട്ടു പോകുന്ന പ്രവണതയാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ക്ഷീരകർഷകർക്ക് കൈത്താങ്ങാവുകയും ബോധവൽക്കരണം നൽകുകയുമാണ് ക്ഷീരവകുപ്പിന്റെ എന്റെ കേരള പ്രദർശന മേളയിലെ ഈ സ്റ്റാൾ. ക്ഷീരകർഷകർക്കായി നിരവധി പദ്ധതികളെയും സേവനങ്ങളെയും കുറിച്ച് കൃത്യമായ നിർദ്ദേശം നൽകുകയാണ് ഈ സ്റ്റാൾ വഴി ക്ഷീരവികസന വകുപ്പ്. കന്നുകാലി വളർത്തൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന വിവിധ പദ്ധതികളെ, അതായത് ക്ഷീരമേഖലയിൽ നൽകുന്ന വിവിധ പദ്ധതികളെയും സേവനങ്ങളെയും പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ക്ഷീരവികസന വകുപ്പ് ഈ സ്റ്റാള് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമ്മളുടെ വിവിധ പദ്ധതികൾ ഉൾപ്പെടുന്നത് മിൽക്ക് ഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്, കന്നുകാലിക്കൂട്, അതുപോലെയുള്ള വിവിധ തരത്തിലുള്ള മിൽക്കിംഗ് മെഷീൻ, അതുപോലെയുള്ള മെഷീനുകൾക്ക് സബ്സിഡി നൽകുക, അതുപോലെ തന്നെ തീറ്റപ്പുൽ, അതിൻ്റെ തീറ്റ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് തീറ്റപ്പുല്ലിന് വേണ്ടിയിട്ടുള്ള സബ്സിഡി നൽകുക, ക്ഷീരലയം, ക്ഷീരഗ്രാമം, ഇവയെല്ലാം നമ്മുടെ സർക്കാർ ക്ഷീരവികസന വകുപ്പിലൂടെ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളാണ്. സർക്കാരിൽ നിന്നും വളരെയധികം പ്രോത്സാഹനം ഈ മേഖലയ്ക്ക് ലഭിക്കുന്നുണ്ട്. പശുവിനെ വാങ്ങാനും തൊഴുത്തു നിർമ്മിക്കാനുമൊക്കെ ഇന്ന് ബാങ്കുകൾ സർക്കാർ സ്കീമുകൾ വഴി പണം നൽകുന്നുണ്ട്. അസുഖങ്ങൾ വന്ന് പശു ചത്തുപോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം മുൻകൂട്ടി കണ്ട് അതിന് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കാൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നഷ്ടം കൂടാതെ തന്നെ ചെയ്യാവുന്ന ഒരു തരക്കേടില്ലാത്ത ബിസിനസ് മേഖലയാണ് ക്ഷീരമേഖല എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്റെ കേരള പ്രദർശന മേളയിലെ ഈ സ്റ്റാൾ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.